സ്ത്രീ തെയ്യമായ ദേവക്കൂത്ത് കെട്ടിയാടുന്ന കേരളത്തിലെ ഏക ക്ഷേത്രമായ തെക്കുംപാട് കൂലോം തായക്കാവ് ഭഗവതി ക്ഷേത്രം. പൂക്കൾ തേടി ദേവലോകത്ത് നിന്നെത്തിയ വനദേവത തെക്കുംപാട് ദ്വീപിലെ വള്ളിക്കാട്ടിൽ ഒറ്റപ്പെട്ടെന്നും നാരദനെ പ്രാർത്ഥിച്ച ദേവതയെ പിന്നീട് നാരദൻ ദേവലോകത്ത് തിരിച്ചെത്തിച്ചു എന്നുമാണ് ഐതിഹ്യം. 41 ദിവസത്തെ വ്രതമെടുത്താണ് ദേവക്കൂത്ത് കെട്ടിയാടുന്നത്. ഉത്തര മലബാറിലെ ക്ഷേത്രങ്ങളിലും കാവുകളിലും കളിയാട്ടങ്ങളിൽ തെയ്യക്കോലം കെട്ടിയാടാറുണ്ടെങ്കിലും ഒരു സ്ത്രീ കെട്ടി അവതരിപ്പിക്കുന്ന ദേവക്കൂത്ത് തെക്കുംപാട് കൂലോം ക്ഷേത്രത്തിൻ്റെ മാത്രം പ്രത്യേകതയാണ്. മറ്റെല്ലാ കാവുകളിലും തെയ്യക്കോലങ്ങൾ കെട്ടിയാടാറുള്ളത് വിവിധ സമുദായത്തിൽപ്പെട്ട പുരുഷന്മാരാണ്. എന്നാൽ തെക്കുംപാട് കൂലോം ക്ഷേത്രത്തിലെ ദേവക്കൂത്ത് കെട്ടിയാടുന്നത് മലയ സമുദായത്തിലെ ആചാരക്കാരിയായ ഒരു സ്ത്രീയാണ് എന്നത് തെക്കുംപാട് കൂലോത്തിൻ്റെ പ്രശസ്തിയും പ്രാധാന്യവും വർദ്ധിപ്പിക്കുന്നു. തായക്കാവിൽ നിന്ന് ഏകദേശം 750 മീറ്റർ വടക്കു മാറിയാണ് തെക്കുംപാട് പെരുംകൂലോം എന്ന പ്രസിദ്ധമായ ചുഴലി ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വടക്കേ മലബാറിലെ പ്രസിദ്ധങ്ങളായ 4 പെരുംകൂലോങ്ങളിൽ പ്രധാന സ്ഥാനമാണ് ഈ കൂലോത്തിനുള്ളത്. ചുഴലി ഭഗവതിക്ക് പുറമെ ക്ഷേത്ര ശ്രീകോവിലിൻ്റെ പുറത്ത് വടക്ക് പടിഞ്ഞാറ് മൂലയിൽ നീരോട്ട് സ്വരൂപത്തിൻ്റെ ഉപദേവതയായ കരിഞ്ചാമുണ്ടേശ്വരി ആൽവൃക്ഷ ചുവട്ടിൽ സ്ഥാനം കൊള്ളുന്നു. ചെറുകുന്ന് കതിർവെക്കും തറയിൽ നിന്നും അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തെ റോഡ് മാർഗം ഏകദേശം 2 കിലോമീറ്റർ യാത്ര ചെയ്താൽ തെക്കുംപാട് കൂലോം ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേരാം. ഈ വർഷം ദേവക്കൂത്ത് നടക്കുന്ന ഡേറ്റ് കൺഫേം ആക്കിയാൽ ഞാൻ ഈ പേജിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും പേജ് ഫോളോ ചെയ്ത് വെച്ചോളൂ.